ഹായ് നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ മലപ്പുറത്താണ്. മലപ്പുറത്ത് കാടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് എക്കോ ഡെക്കോർ വേൾഡ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് ഈ പ്ലാസ്റ്റിക് ചെയറുകൾ, അതുപോലെ പ്ലാസ്റ്റിക് സ്റ്റൂളുകൾ, അതുപോലെ ടീപ്പോയ്, പ്ലാസ്റ്റിക് ടേബിളുകൾ, ഇതൊക്കെ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളെക്കുറിച്ചാണ് അവർ നമ്മളുടെ അടുത്ത് പറഞ്ഞു കേൾക്കാറുള്ള കുറച്ച് പ്രോബ്ലംസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ വരുന്ന ഇഷ്യൂസ് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ എപ്പോഴും പറയാറുള്ളത് കളറ് ഫെയ്ഡായി പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വാങ്ങിച്ച സമയത്തുള്ള കളറായിരിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ കളറ് ഫെയ്ഡായി പോകുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് UV റേറ്റ്, സൂര്യപ്രകാശം തട്ടിയിട്ടാണ് ഈ കളറുകൾ ഫെയ്ഡായി പോകുന്നത്. അപ്പോൾ നമ്മുടെ സൂര്യപ്രകാശത്തിൽ അൾട്രാ വയലറ്റ് രശ്മികളുണ്ട്. ഇത് നമ്മളുടെ പ്ലാസ്റ്റിക് ചെയറുകൾ, കളേർഡായിട്ടുള്ള പ്ലാസ്റ്റിക് ചെയറുകളിൽ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കളറ് മങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ, നിഴലുള്ള സ്ഥലങ്ങളിൽ മാത്രം ചെയറുകൾ സ്റ്റോർ ചെയ്യുക. ചെയർ വെച്ച് ചെയറാണെങ്കിലും സ്റ്റൂളാണെങ്കിലും തണലിൽ മാത്രം വെച്ചിട്ട് ഉപയോഗിക്കുക. ഇനി നമുക്ക് സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഔട്ട്ഡോർ ഉപയോഗത്തിനൊക്കെയാണ് ചെയറുകൾ വെച്ചെങ്കിൽ ബ്ലാക്ക് കളറുകളുള്ള ചെയർ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൽ തന്നെ വില കുറഞ്ഞ ചെയറുകൾക്കും ഇങ്ങനൊരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ കഴിയുന്നതും നമ്മൾ ചീപ്പായിട്ടുള്ള ചെയറുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ രണ്ടാമതൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീലിംഗ് സംഭവിക്കുന്നതാണ്. അതായത് ഈ തൊലി പൊളിഞ്ഞു പോരുന്ന പോലെ ഇങ്ങനെ ചെയറിൻ്റെ മേലുള്ള സർഫേസുകൾ ഇങ്ങനെ പൊളിഞ്ഞു പോരുന്ന ഒരു ഇഷ്യൂ പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മോയ്സ്ചറും അല്ലെങ്കിൽ സൂര്യപ്രകാശം, ഇത് രണ്ടും പാടെ ചേർന്നിട്ടുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ തൊലി പൊളിഞ്ഞ് പോരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ വിർജിൻ പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ചെയറുകൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. ഹൈ ഗ്രേഡ് പ്ലാസ്റ്റിക്, വിർജിൻ ഗ്രേഡുള്ളതിന് ഇങ്ങനൊരു തൊലി പൊളിഞ്ഞു പോരുന്നൊരു പ്രശ്നം, പീലിങ്ങിൻ്റെ ഒരു ഇഷ്യൂ വരില്ല. പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആസിഡ് ചേർന്നുള്ള ക്ലീനിങ് ലിക്വിഡുകൾ ഉപയോഗിച്ച് വാഷ് ചെയ്യുക. അതുപോലെ പിന്നെ ഗാഢത കൂടിയ ക്ലീനിങ് ഡിറ്റർജൻറ്റുകളൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്യുമ്പോഴും ഇങ്ങനെ പീലിങ്ങിൻ്റെ ഇഷ്യൂ വരാറുണ്ട്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുക. ഗാഢത കുറഞ്ഞ സോപ്പും അതുപോലെ വെള്ളവും ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്താൽ ഇങ്ങനെ പീലിങ്ങിൻ്റെ ഒരു ഇഷ്യൂ വരില്ല. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി നമ്മൾ എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി നോക്കുക. പിന്നെ കഴുകുന്ന രീതികൾ, പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ നമ്മൾ കഴുകുന്ന രീതികളിൽ മാറ്റം വരുത്തുക. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ വരില്ല. പിന്നെ മൂന്നാമതൊരു കാരണം ആൾക്കാർ വന്ന് കറുത്ത പുള്ളികൾ, ഫംഗസ്, അതൊരു തരം ഫംഗസ് കൊണ്ട് കറുത്ത പുള്ളിയായിട്ട് വരുന്നുണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ, ചെയറിൻ്റെ അല്ലെങ്കിൽ സ്റ്റൂളിൻ്റെയൊക്കെ കറുത്ത പുള്ളികൾ വരുന്നൊരു ഇഷ്യമാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗസിൻ്റെ പ്രശ്നമാണ്. അതൊരു തരം ഫംഗസാണ്. അപ്പോൾ അത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങും, നമ്മുടെ ചെയറിനൊരു സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് അടച്ചിട്ട പിന്നെ മോയ്സ്ചറിൻ്റെ അംശം, വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള റൂമുകളിൽ ഈ ചെയറുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്വാഭാവികമായിട്ടും അതിൽ ഫംഗസ് വരും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ചെയറുകൾ നമ്മൾ അട്ടിക്കിട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു എയർ വെൻറ്റിലേഷൻ കൊടുത്തിട്ട് ശരിക്കും ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം അട്ടിക്കിട്ട് വെച്ചാൽ മതി. വെൻറ്റിലേറ്റ് ആയിട്ടുള്ള നല്ല കാറ്റും വെളിച്ചവും കിടക്കുന്ന ഒരു ഒരു റൂമിൽ നമ്മൾ ചെയറുകൾ അട്ടിക്കിട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രശ്നം വരില്ല. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വാഷ് ചെയ്യുക. നല്ല രീതിയിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പൂപ്പലിൻ്റെ ഒരു പ്രശ്നം വരുന്നത്, കറുത്ത സ്പോട്ടുകളുടെ ഒരു പ്രശ്നം വരുന്നില്ല. അതിന് ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിക്കാം നമുക്ക്. അതുപോലെ നമ്മൾ ഗാഢത കുറഞ്ഞ ഡിറ്റർജൻറ്റ് ഉപയോഗിക്കാം. തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്ത് എടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നേരം 10 മിനിറ്റ് നേരം സൺലൈറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സൂര്യപ്രകാശം കൊണ്ടുപോയി ചൂടായി കഴിഞ്ഞാലും ഈ ഫംഗസുകൾ വളരില്ല. പിന്നെ നമുക്ക് വരുന്നത് ക്രാക്കുകളാണ്. ഈ ക്രാക്കുകൾ നമ്മുടെ സ്വാഭാവികമായിട്ടും കാലുകളിലാണ് ക്രാക്കുകൾ വരുന്നത്, അല്ലെങ്കിൽ ഇരിക്കുന്ന ഭാഗത്ത്, ആ ബേസ്മെൻറ്റ് ഇരിക്കുന്ന ഭാഗത്താണ് ക്രാക്കുകൾ വരുന്നത്. അപ്പോൾ അതിന് വെറുതെ മുടിനാര് ഇഴ പോലെയുള്ള അത്രയും വണ്ണം കുറഞ്ഞ ക്രാക്കുകൾ നമുക്ക് കാണാൻ പറ്റില്ല ചില സമയങ്ങളിൽ. അത് ചിലപ്പോൾ പെട്ടെന്ന് അതിന് നമ്മൾ ഇരുന്ന് ചിലപ്പോൾ പൊട്ടി താഴെ വീണു പോകും നമ്മൾ. അപ്പോൾ അത് പ്ലാസ്റ്റിക്കിൻ്റെ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ചെയർ, കാലുകൾ കനം കുറഞ്ഞത് അല്ലെങ്കിൽ ഇരിക്കുന്ന ബേസ്മെൻറ്റ് കനം കുറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ക്രാക്കുകൾ സംഭവിക്കുന്നത്. ഓവർ ലോഡിങ് ആയിക്കഴിഞ്ഞാലും ക്രാക്കുകൾ വരും. അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറുകൾ, നമ്മൾ ഈ ചെയർ വെച്ചിരിക്കുന്ന ഫ്ലോർ ഉണ്ടല്ലോ, ആ ഫ്ലോറ് നല്ല സമതലത്തിലല്ലെങ്കിലും ഈ ചെയറുകളിൽ ക്രാക്ക് വരും. ചില ഫ്ലോറുകൾ സമതലം ആയിരിക്കില്ല, പ്ലെയിൻ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ ചെയർ ഉപയോഗിക്കുമ്പോൾ ചെറിയ മൈൽഡായിട്ടുള്ള ക്രാക്കുകൾ വരും.
അപ്പോൾ ഇതിന് നല്ല കനം കൂടിയ കാലുകളുള്ള ചെയറുകൾ നമ്മൾ നോക്കി സെലക്ട് ചെയ്യുക. പിന്നെ വെയ്റ്റിൻ്റെ കപ്പാസിറ്റി നോക്കണം, നമ്മൾ എത്ര വെയിറ്റ് വരെ ഹോൾഡ് ചെയ്യുന്ന കപ്പാസിറ്റിയുള്ള ചെയറുകളാണെന്നുള്ളത്. പിന്നെ ഫ്ലാറ്റ് എപ്പോഴും ചെയർ വയ്ക്കുമ്പോൾ ചെരിഞ്ഞ സ്ഥലങ്ങളിൽ വെക്കാതിരിക്കുക, സമതലമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം ചെയർ വയ്ക്കുക. പിന്നെ ചെയറിൻ്റെ മേലെ കയറി നിൽക്കുന്ന പലരും ചില സമയത്ത് ചെയറിൻ്റെ മേലെ പല പണികൾക്കൊക്കെ വേണ്ടിയിട്ട് കയറി കാണുന്നു. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക. ചെയറിൻ്റെ മേലെ കയറി നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അതിന് ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂസായി പോകും, അങ്ങനെ ആടിക്കൊഴിഞ്ഞ് പോവുക ചെയറുകൾ. അത് ചെയറിന് വരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾഡിങ്ങിൽ അത് മാനുഫാക്ചറിങ്ങിൽ വരുന്നൊരു പ്രശ്നം തന്നെയാണ്. അതിൻ്റെ മോൾഡിങ് സിംഗിൾ മോൾഡ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരും, ആടി കുഴയുന്നൊരു പ്രശ്നം വരും. അപ്പോൾ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ചെയറുകളൊക്കെ ഒട്ടിച്ചിട്ടൊക്കെ വരുന്നതാണ്, ജോയിൻറ്റുകളൊക്കെ ഒട്ടിച്ചിട്ട് വരുന്ന, ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് വരുന്ന ചെയറുകൾ, അത് അങ്ങനെയുള്ള ചെയറുകൾ ഒഴിവാക്കുക. അപ്പോൾ നല്ല മോൾഡിങ് സിംഗിൾ മോൾഡായിട്ടുള്ള ചെയറുകൾ, നമ്മൾ ഒറ്റ അച്ചിൽ തന്നെ വാർത്തെടുത്തുള്ള ചെയറുകൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ഷെയ്ക്കിങ്ങിൻ്റെയോ അല്ലെങ്കിൽ കനം കൂടിയ ഷെയ്ക്കിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനെ ലൂസാവുന്നതിൻ്റെയോ ഒരു ഇഷ്യൂസ് വരുന്നില്ല. ഓക്കെ. പിന്നെ വേറൊരു പ്രശ്നം കസ്റ്റമേഴ്സ് പറയുന്നത് കളറുകൾ തുണിയിലേക്ക് വരുന്നുണ്ട്, ചെയറിൻ്റെ കളറുകൾ തുണിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാനുഫാക്ചറിങ്ങിൽ പിഗ്മെൻറ്റേഷനിൽ വരുന്ന ഒരു പ്രശ്നമാണ്. പിഗ്മെൻറ്റ്സ് ആണല്ലോ കളർ കൊടുക്കുന്നത് ചെയറിൽ. അപ്പോൾ ഈ കളർ ആഡ് ചെയ്യുന്നിടത്ത് അത് അതിൻ്റെ ബ്ലെൻഡിങ് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ബ്ലെൻഡിങ്ങിൽ വരുന്നൊരു പ്രശ്നമാണ് ഈ കളറുകൾ തുണിയിലേക്ക് പകരുന്നത്. അപ്പോൾ അതിന് നമ്മളെന്താ വെച്ചാൽ നല്ല സർട്ടിഫൈഡ് കളറുകൾ മാത്രം, ചില കളറുകൾക്ക് അങ്ങനെ ഒരു വേറെ തുണിയിലേക്ക് പകരും. അപ്പോൾ സർട്ടിഫൈഡ് കളറുകൾ മാത്രം ഉപയോഗിച്ച് ചെയറുകൾ വാങ്ങിക്കുക. അതിനി ഡ്രസ്സിലാണെങ്കിൽ ശരി, നമ്മൾ ഒരു ഡ്രസ്സിൽ നിന്ന് വേറൊരു ഡ്രസ്സിലേക്ക് കളർ സർട്ടിഫൈഡ് കളേഴ്സ് അല്ലാത്തതുകൊണ്ട്, അപ്പോൾ സർട്ടിഫൈഡ് കളേഴ്സുള്ള ചെയറുകൾ മാത്രം നോക്കി വാങ്ങിക്കുക. പിന്നെ ഇതിൽ ഫസ്റ്റ് യൂസ് ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ചെറിയ രീതിയിൽ നനവുള്ള ഡ്രസ്സൊക്കെ വെച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ സാധാരണ രീതിയിൽ വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പുതിയ ചെയർ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ ആദ്യമായിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുക. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയർ ബ്രിട്ടിലായി പോകുന്നു എന്നുള്ളൊരു ഇഷ്യൂ പലരും പറഞ്ഞേക്കാം. അങ്ങനെ പപ്പടം പൊട്ടുന്ന പോലെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുള്ളത്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റീസൈക്കിൾ പ്ലാസ്റ്റിക്കിൻ്റെ അളവ് കൂടിയതുകൊണ്ടാണ്. റീസൈക്കിൾ പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ഒരിക്കൽ ഉപയോഗിച്ച പ്ലാസ്റ്റിക് ഒരിക്കലും രണ്ടാമത് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നതാണ് റീസൈക്കിൾ പ്ലാസ്റ്റിക്. അപ്പോൾ റീസൈക്കിൾ പ്ലാസ്റ്റിക്കിൻ്റെ അളവ് പല രീതിയിൽ അളവുകളുണ്ട്, 50%, 70% അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ റീസൈക്കിൾ പ്ലാസ്റ്റിക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രിട്ടിൽനെസ് കൂടും, അത് ചെയറിൻ്റെ ബ്രിട്ടിൽനെസ് കൂടും, അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിർജിൻ പ്ലാസ്റ്റിക്കുള്ള ചെയറുകൾ തന്നെ നോക്കി തിരഞ്ഞെടുക്കുക. പിന്നെ UV ഹീറ്റിനെ റെസിസ്റ്റൻ്റ് ചെയ്യുന്ന ചെയറുകൾ നോക്കിയെടുക്കുക. UV ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശം തട്ടിയിട്ട് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, UV റെസിസ്റ്റൻ്റ് ആഡ് ചെയ്ത ചെയറുകളാണെങ്കിൽ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വെയിലത്ത് ചെയറുകൾ കൊണ്ടുപോയിട്ടായിരിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ ബ്രിട്ടിൽനെസ് വരുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് ഹാർഡായി പോകുക. ബ്രിട്ടിൽനെസ് പറഞ്ഞാൽ ഹാർഡായി പോകുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. പിന്നെ സ്ക്രാച്ചസ് വരുന്നൊരു ഇഷ്യൂ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, ചെയറിൻ്റെ മേലെ സ്ക്രാച്ചസ് വരുന്നു എന്നുള്ളത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ സ്ക്രാച്ചസ് വന്ന ചെയറുകൾ, നമ്മൾ പുതിയ ചെയറാണെങ്കിൽ ശരി, പെട്ടെന്ന് അത് പഴയൊരു ചെയറിൻ്റെ ഒരു ലുക്ക് വരും. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റേഡ്, അതായത് മാറ്റ് ഫിനിഷിങ്ങിലുള്ള ചെയറുകൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റേഡ് ഫിനിഷിലുള്ള ചെയറുകൾ തിരഞ്ഞെടുക്കുക. പിന്നെ നിലത്തൊക്കെ വെച്ചിട്ട് വലിച്ചു കൊണ്ടുപോകുന്നത്, ആ ചെയറുകൾ വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി ഒഴിവാക്കുക. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താ വെച്ചാൽ ലിഫ്റ്റ് ചെയ്ത് നമുക്കൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ലിഫ്റ്റ് ചെയ്ത് എടുത്തേക്കുന്ന രീതിയിൽ ചെയറുകൾ ഉപയോഗിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രാച്ചസ് വരുന്നതും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം സ്മെല്ല് വരുന്നതാണ്, ചെയറുകളിൽ നിന്ന് സ്മെല്ല് വരും. നേരത്തെ നമ്മൾ പറഞ്ഞ ഫംഗസ് വരുമ്പോഴുള്ള സ്മെല്ല്, അല്ലാതെ സ്മെല്ല് വരും, കെമിക്കലിൻ്റെ ഒരു സ്മെല്ല് വരും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചൂടുള്ള സമയത്താണത് നമുക്ക് ആ സ്മെല്ല് അനുഭവപ്പെടുക. ചൂടുള്ള സമയത്ത് ഹീറ്റായിട്ട് റൂമിലുള്ള സമയത്ത് പ്ലാസ്റ്റിക് ചെയർ ഇങ്ങനെ സ്മെല്ല് വരും. അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഗ്രേഡുള്ള പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആ റീസൺ. അപ്പോൾ അതിന് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മളെന്താ വെച്ചാൽ എയർ വെൻറ്റിലേഷനുള്ള സ്ഥലങ്ങളിൽ വെച്ചതിന് അല്ലെങ്കിൽ എയർ വെൻറ്റിലേഷനുള്ള റൂമുകളിൽ വെച്ച ചെയറുകളെടുത്ത് ഉപയോഗിക്കുക. പിന്നെ ഒരിക്കലെങ്കിലും നമ്മൾ വാഷ് ചെയ്യുക, ചെയർ ഒരിക്കലെങ്കിലും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്മെല്ല് നമുക്ക് ഒഴിവാക്കാം.
പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രേഡ് തന്നെ നോക്കിയിട്ട് നമ്മൾ നല്ല ഗ്രേഡ് ചെയറുകൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്മെല്ല് വരില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് ഫർണിച്ചറുകളിൽ, പ്ലാസ്റ്റിക് ചെയറുകൾ, അതുപോലെ പ്ലാസ്റ്റിക് സ്റ്റൂളുകൾ, പ്ലാസ്റ്റിക് ടീപ്പോയ്, പ്ലാസ്റ്റിക് ടേബിളുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മളിവിടെ സംസാരിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്, അത് നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ അത് പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. വേറൊരു വിഷയമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം.